നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിൽ 176-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര നടനും സംവിധായകനുമായ ശ്രീ പ്രതാപ് പോത്തനെ കുറിച്ചിട്ടാണ്. അദ്ദേഹം സംവിധാനം ചെയ്ത പ്രതിവേദം എന്ന ചിത്രത്തിൽ ഞാനും ആ സെറ്റിൽ സജീവമായി ഉണ്ടായിരുന്നു. ഒരൊറ്റ തവണ മാത്രമാണ് അദ്ദേഹവുമായി സംസാരിക്കാൻ ഇടവന്നത്. ക്ലൈമാക്സ് 3 ക്യാമറ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അതിന് തലേന്ന് രാത്രി ഒരു കല്യാണത്തിൻ്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്ന സമയത്താണ് അദ്ദേഹവുമായി ഞാൻ സംസാരിക്കുന്നത്. കല്യാണത്തിൻ്റെ അന്നത്തെ ഷോട്ട്സുകൾ എടുക്കുന്ന അവസരത്തിൽ വളരെ നിസ്സാരമായ കരുതിയ കുറച്ച് മുല്ലപ്പൂ ആ സമയത്ത് കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് വേണമായിരുന്നു. അടുത്തുനിന്ന് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാം എന്ന് ചിന്തിച്ച് സെറ്റിൽ വന്ന എല്ലാവരുടെയും വിലയേറിയ സമയം നിസ്സാരം ഒരു 5 മുഴം മുല്ലപ്പൂ കിട്ടാഞ്ഞിട്ട് ഏകദേശം 2-2.5-3 മണിക്കൂർ സമയം വെറുതെ പാഴായി എന്നുള്ളതാണ്. ഏകദേശം 50,000-50,000 രൂപയോളം നഷ്ടം. കാരണം പലരും പല ദിശയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ആർട്ടിസ്റ്റുകളെല്ലാം പലരും വരുന്നു, അഭിനയിക്കുന്നു, പോകുന്നു. എല്ലാവരും തിരക്കിൻ്റെ നൂൽപ്പാലത്തിലാണ്. അങ്ങനെ ദേഷ്യം പിടിച്ച് ആ പറമ്പിലെ ഒരു മതിൽ തിട്ടയിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ദൂരെ നിന്നും നടന്നു വരുന്നത്. വളരെ ദേഷ്യത്തിലിരിക്കുന്ന അദ്ദേഹത്തിനെ കണ്ട് ഞാനൊന്ന് ചിരിച്ചു. ആ ചിരിയിൽ അദ്ദേഹവും ചിരിച്ചു. അവിടെ വച്ച് ഒരു 10 മിനിറ്റ് അദ്ദേഹവുമായി സംസാരിച്ചു. 15 ദിവസത്തോളം ആ സെറ്റിലുണ്ടായിരുന്ന ഞാൻ ആകെ അദ്ദേഹവുമായി ഡയറക്റ്റായിട്ട് സംസാരിച്ച് ആ 10 മിനിറ്റായിരുന്നു. അതേക്കുറിച്ചിട്ടുള്ള വിശേഷങ്ങളും മറ്റും